ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം. അത് റജിയും കോൺഗ്രസ് നേതാവും വി ഡി സതീശനും ഒക്കെ ഒന്ന് കേൾക്കട്ടെ ആ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാകർമ്മങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടുതൽ മറ്റൊരു വെർഷനാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം പൂർത്തിയായാൽ മാത്രമേ അവിടുത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസവും ആരാധനയും ശരിയാകൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, 99%, അതായത് സമസ്ത, മുജാഹിദ് അടക്കം 99% വരുന്ന മുസ്ലിങ്ങളിലെ സംഘടനകളും മുസ്ലിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് ഇതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അവർക്ക് ആ വിശ്വാസമില്ലേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ? അത് എടുത്ത് അടിവരയിട്ട് പറയണമേ ശ്രീ റജി, അത് താങ്കൾ കൂടി മനസ്സിലാക്കണം. ഞാൻ ശ്രീ നാസർ കൊളായിലേക്ക് വരികയാണ്. നാസർ കൊളായി, നാസർ കൊളായി കേൾക്കുന്നുണ്ടോ? പറയൂ. അതായത് ഈ മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇപ്പോൾ ബൈഫർക്കേറ്റ് ചെയ്ത് മീൻസ് വേർതിരിച്ച് കാണാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉള്ള രക്ഷയായി കച്ചിത്തുരുമ്പായി ഉപയോഗിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുന്നു. 2, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും രണ്ടാണെന്ന്. അതായത് സഖ്യത്തിലേക്കുള്ള താത്വിക അടിത്തറകൾ പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റജിയുടെ വാക്കുകളിൽ അത് മനസ്സിലാകും. റജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, RSSും BJPയും രണ്ടാണ്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടി തള്ളുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗങ്ങൾ, അതായത് ഇപ്പൊ പാർട്ടി CPM-നെ പോലെ പറയുകയാണെങ്കിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ പരമാധികാര കേന്ദ്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറ എന്ന് പറയുന്നത്. ആ ഷൂറ അംഗങ്ങൾ വെൽഫെയർ പാർട്ടിയിൽ അംഗമാണ്. പിന്നെ എങ്ങനെയാ അത് വേറിട്ടാവുക? രണ്ടാവുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ എന്തെങ്കിലും നടപടിയെ ഇവര് എതിർത്ത് പറയോ? ഒറ്റ ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ മാർച്ചിനെ വെൽഫെയർ പാർട്ടി തള്ളി പറയോ? സയ്യിദ് കുത്തുബിന്റെ ചിത്രവും പിന്നെ ഹസനുൽ ബന്നയുടെ ചിത്രവും ഉയർത്തിപ്പിടിച്ചത് തെറ്റാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നെ വെൽഫെയർ പാർട്ടി പറയോ? കാശ്മീരിലെ തീവ്രവാദി സംഘടനകൾ രൂപീകരിക്കുന്നതിലും എല്ലാ തീവ്രവാദി സംഘടനകളെയും ഏകോപിക്കുന്നതിലും ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതിനെ വെൽഫെയർ പാർട്ടി തള്ളി പറയോ? മൗലാന മൗദൂദിയുടെ ആശയങ്ങളെ വെൽഫെയർ പാർട്ടി തള്ളി പറയോ? മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ ആശയമല്ല, അത് ഇസ്ലാമിനെതിരാണ് എന്ന് പറയോ? കേരളത്തിലെ മുസ്ലിങ്ങളിലെ 70% സുന്നികളും ബാക്കി 95% ജമാഅത്ത് വിരുദ്ധരാണ്. അവരെല്ലാം പറയുന്നു ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥ മതവിശ്വാസമല്ല പറയുന്നത്, ഇവരൊക്കെ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ മുസ്ലിം വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം സുന്നികളും ജമാഅത്തെ ഇസ്ലാമിനെ കാലങ്ങളായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷം വരുന്ന ആളുകളാണ്. ഇതിനൊക്കെ റജിക്ക് നിഷേധിക്കാൻ കഴിയോ? കോൺഗ്രസിന് നിഷേധിക്കാൻ കഴിയോ? ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി ഉണ്ടാവില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ചേന്ദമംഗല്ലൂർ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കേന്ദ്രം, എന്റെ നാടിന്റെ തൊട്ടടുത്ത്. അവിടെ വെൽഫെയർ പാർട്ടിയാണ് മത്സരിച്ച് ജയിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്. SIO അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ആ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് വരുമ്പോ അതിലേക്ക് ആളുകൾ വരാതിരിക്കുമെന്ന് കരുതിയാണ് ഫ്രണ്ടേണിറ്റി എന്ന ഒരു പേരിൽ, പുതിയ പേരിൽ അവർ വന്നിട്ടുള്ളത്. എല്ലാ രൂപത്തിലും അവര് വേഷം മാറിയ, എന്താ പറയാ, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ്.